മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസാരിക്കുന്നുണ്ട്. തത്സമയം. ജൂണിലും ജൂലൈയിലും മഴ പെയ്യുന്നെങ്കിൽ ഡാം നിറഞ്ഞു കഴിഞ്ഞാൽ ഡാമിലും അവിടെ ചെളിയുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും, സേഫാക്കും. ഇപ്പൊ എന്താ വെച്ചാൽ പമ്പ ഉൾപ്പെടെ വെള്ളം ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി നദിക്കില്ല. കാരണം നദിയിൽ മുഴുവൻ ചെളിയും വെള്ളമാണ്. അത് നീക്കിയാൽ ഒരുമാതിരി പെയ്ത മഴയൊക്കെ നദി ഉൾക്കൊള്ളും. ആഭ്യന്തരമായി കേരളം മുഴുവൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ പൈലറ്റ് പ്രോജക്റ്റുകളും പത്തനംതിട്ടയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ പൂർണ്ണമായി. പിന്നെ നമ്മുടെ കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തുന്നത് നമ്മൾ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അത് ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും ഭംഗി. കാരണം ഏത് സമയത്തും പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നാടുകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു കാലമാണ്. അത് പ്രത്യേകമായി ഇന്ത്യയിലെ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. നിങ്ങളുടെ സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ എല്ലാം പങ്കുചേരുന്നു. കൂടെ സർക്കാർ ഉണ്ടാവും. ക്യാമ്പുകളെല്ലാം MLA-മാരും അതുപോലെ ചേർന്ന് ഭംഗിയായിട്ട് അത് നടത്തി, നല്ല രീതിയിൽ അത് നടത്തി. അതിന് അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വിളിച്ചാൽ വെളിപ്പുറത്ത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഉണ്ടാവും. നിങ്ങളുടെ വെളിപ്പുറത്തുണ്ടാവും. ഏത് കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന അത് ഇപ്പോ MLA കുറേ നിർദ്ദേശങ്ങൾ എന്റെ കൂടെ വെച്ചിട്ടുണ്ട്. MLA ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് ഇതിന്റെ ഇടയിൽ വേറെ റാന്നിയുടെ കുറെ ആവശ്യങ്ങൾ കൂടി അതിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ ചെയ്യും, പേടിക്കണ്ട. നിങ്ങൾ ഇവിടെ നൽകിയ പരാതികൾ ഓരോന്നോരോന്നായി പരിശോധിച്ച് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി കൂടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളിവിടെ എല്ലാവരും വന്ന് അതിൽ നിങ്ങളുടെ ദുരിതത്തിന്റെ ആഴം എന്താണ് എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. ഇവിടെ വന്ന ഓരോരുത്തരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. പലരും വന്നെന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം വെള്ളം കയറി ക്ലീൻ ചെയ്തപ്പോഴേക്കും രണ്ടാമതും വെള്ളം കയറി, അല്ലേ? അങ്ങനെ അനുഭവം ഉണ്ടായ പല സ്ഥലങ്ങളും ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കുന്നു. പരിഹാരം ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാ നടപടികളും സ്വീകരിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 2 ഏജൻസികൾ സഹായം കൊണ്ടുവരുന്നത് അത് മുഖ്യമന്ത്രി ഇവിടെ വെച്ച് ഏറ്റുവാങ്ങി. ശ്രീ ബ്രൈറ്റ് കുര്യൻ IPC സഭയുടെ മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കിറ്റുകൾ വന്നിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഏറ്റുവാങ്ങി. 2 സംഘടനകൾക്കും പ്രത്യേകമായ നന്ദി. ബഹുമാന്യായ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ PC വിശ്വനാഥ് ആദ്യ ദിവസം മുതൽ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാന്യായ ജില്ലാ കളക്ടറോട് പ്രത്യേക നന്ദി. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജില്ലയിലെ എല്ലാ സർക്കാർ മേധാവികൾക്കും പ്രത്യേകം നന്ദി. പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാവരും ഇവിടെ ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, എല്ലാവർക്കും നന്ദി. ജില്ലയിൽ മുഖ്യമന്ത്രി ഇന്ന് സന്ദർശനം നടത്തിയിരുന്നു. വിവിധ ക്യാമ്പുകളിലേക്ക് എത്തി അവിടെയുള്ള സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. റാന്നി, ആറന്മുള, തിരുവല്ല മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ട്. നിതിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിൻ, മുഖ്യമന്ത്രി ഇപ്പോൾ ഏത് ക്യാമ്പിലാണ് എത്തിയിരിക്കുന്നത്? ഇന്നത്തെ മറ്റ് പരിപാടികൾ എന്തൊക്കെയാണ്? ആറന്മുളയ്ക്ക് ശേഷം റാന്നിയിലെ ഗവൺമെന്റ് LP സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേർന്നു. അവിടെ നിന്നും അവിടെ താമസിക്കുന്ന അവിടെ ക്യാമ്പിൽ കഴിയുന്നവരെ കാണുകയും അവരുടെ ദുരിതങ്ങൾ കേൾക്കുകയും ചെയ്തതിനു ശേഷം ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന MS സ്കൂളിൽ വെച്ച് നടത്തിയ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന നിവേദനങ്ങൾ, അതായത് പല വിഭാഗത്തിൽ, അതായത് റാന്നിയിൽ പല രീതിയിൽ ബാധിക്കപ്പെട്ടവരിൽ നിന്നും നിവേദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. അതിൽ
പ്രധാനപ്പെട്ടത് വ്യാപാര വ്യവസായി സമൂഹത്തിൽ നിന്നായിരുന്നു. അവരിൽ നിന്നും കൃത്യമായി അവർക്ക് ഏതൊക്കെ രീതിയിൽ, അതായത് നമ്മൾ ഓണം മുൻകൂട്ടി കണ്ടായിരുന്നു. ഇത്തരത്തിൽ അവർ നിരവധി രീതിയിലുള്ള കച്ചവടത്തിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സാധനങ്ങൾ ഇറക്കിയിരുന്നു. എന്നാൽ അവിടെ ഒരുപാട് നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത്. അപ്പോൾ അവരെ കണ്ട് ഒന്നും നിവേദനം ഏറ്റുവാങ്ങി മറ്റ് ആളുകളിൽ നിന്ന് വീട് നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ഈ പ്രളയക്കെടുതി അനുഭവിച്ചവരുമുണ്ട്. അവരിൽ നിന്നുമൊക്കെ തന്നെ നിവേദനങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് ഇനി തിരുവല്ലയിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്.